ഹലോ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്കിൻ കെയർ. കുറേ വീഡിയോസ് ഞാൻ വന്നിട്ടുണ്ട് സ്കിൻ കെയറിന് ചോദിച്ചിട്ട്. സ്കിൻ കെയർ എന്തായിരിക്കും? ഞാൻ ഓവറായിട്ട് അങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്ന ആളല്ല, ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്ന ആളല്ല. പക്ഷേ എൻ്റെ അടുത്ത് അത്യാവശ്യം ഞാൻ സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യലുണ്ട്. അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യല്. ബാക്കിയൊക്കെ വാങ്ങി വെച്ച് പിന്നെ തോന്നുമ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യലാണ്. ഇപ്പോൾ മുന്നേ ഞാൻ കുറേ സെറംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. അൽഹംദുലില്ലാ, എനിക്ക് അധികം പിമ്പിൾസ് വരലില്ല. മീൻസ് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ ഈ ഷുഗർ ഐറ്റംസ് കുറേ നമ്മളധികം കഴിക്കുമ്പോൾ വരുന്ന ആ ഒരു പ്രോബ്ലംസ് അല്ലാണ്ട് എനിക്ക് പണ്ടത്തെ പോലെ അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വരില്ല. പണ്ട് ഫുൾ പിമ്പിൾസായിട്ടും ഫുൾ പ്രശ്നമായിരുന്നു. കുറേ പാട് എൻ്റെ സ്കിന്നിലുണ്ടായിരുന്നു. ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പം സ്കിൻ കെയർ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ സ്കിന്ന്. ഇവിടെ പാടുണ്ട്. ഇത് ഇപ്പം അടുത്ത് വന്നതാണ്. ഇപ്പം അടുത്തല്ല, ഒരു 2 days. ഇവിടെ പാടുണ്ട്, ഇവിടെ ഉണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പിന്നെ അണ്ടർ ഐസ് ഉണ്ട്, ഇവിടെ ഒരു കുത്തുണ്ട്, ഇടയ്ക്കോ പാടുണ്ട്, ചെറിയ പിമ്പിൾസ് ഉണ്ട്. ചെറിയ പിമ്പിൾസ് ഇതിൽ കാണുന്നില്ല. ചെറിയ പിമ്പിൾസ്. ഇതെന്തോ എന്തോ യൂസ് ചെയ്തപ്പോൾ ഞാൻ സ്കിൻ കെയർ അല്ല, വേറെ എന്തോ ഞാൻ യൂസ് ചെയ്ത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ചെറിയ പിമ്പിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് പോകുന്നുണ്ട്. തന്നെത്താലെ പോവാണ്. വേറെ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് യൂസ് ചെയ്യണമില്ല. യൂസ് ചെയ്യുന്നത് എന്താണോ അതന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. സോ ഞാൻ കാണിച്ചു തരാം. 3 ഐറ്റംസ് സ്കിൻ കെയറിലുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ സ്കിൻ ആൻഡ് ബോഡി വരുന്നുണ്ട്. ബോഡിയിൽ ഞാൻ വേറെ കുറേ സെൻറ്റഡ് ഐറ്റംസ് അങ്ങനെ ബോഡി ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യലുണ്ട്. പക്ഷേ സ്കിൻ ആൻഡ് ബോഡി കെയറിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ വരുന്ന സാധനങ്ങൾ മാത്രമാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള നോക്കാം. ഫേസ് വാഷ് നിങ്ങൾ എല്ലാവരും ചെയ്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഇത് സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേഷ്യൽ ഫേസ് വാഷാണ്. സത്യം പറയാല്ലേ, ഇത് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല. ഞാൻ ഭയങ്കര റിവ്യൂ ഒക്കെ കുറേ ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് ഞാൻ വാങ്ങിയ സാധനമാണ്. പക്ഷേ ഞാൻ വാങ്ങിയതാണല്ലോ, അതിന് 385 എന്തോ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ വാങ്ങിയ സ്ഥിതിക്ക് ഇത്രയും പൈസ കളയണ്ടാലോ വെച്ച് ഞാൻ യൂസ് ചെയ്തു. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ റൈസിൻ്റെ ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ 2-3 ഫേസ് വാഷ് വാങ്ങി. പക്ഷേ അതൊക്കെ നല്ല ഫേസ് വാഷാണ്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അത് വാങ്ങിയിട്ട് എനിക്ക് വേറെ ഒരു ഫേസ് വാഷും പറ്റുന്നില്ല. ഇത് പ്രത്യേകിച്ച് പിമ്പിൾസ്, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വന്നിട്ടില്ല. മീൻസ് ഓവർ ഡ്രൈ ആക്കുന്നില്ല. എനിക്ക് എങ്ങനെയാണോ എൻ്റെ സ്കിന്ന് വേണ്ടത് അതേപോലെയാണ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ. ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം, ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാം, എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോണം എന്നില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. ഞാനിത് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യല്. അതുകൊണ്ട് ഇത് തീർന്നാൽ യൂസ് ചെയ്യാനായിട്ട് 2 ഉണ്ട്. 1 കഴിഞ്ഞു. ഇതല്ലാണ്ട് എനിക്ക് വേറൊരു ഫേസ് വാഷിലേക്ക് സ്വിച്ച് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഈ ഫേസ് വാഷ്. മൈൽഡായിട്ടുള്ള അടിപൊളി ഫേസ് വാഷാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും. ഇത്ര റേറ്റ് വരുന്നുണ്ടെങ്കിലും ഇത് ഞാൻ ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു ഈ മന്ത് തീരാനുള്ളത് കൊണ്ടുണ്ട്. 3 months-ആയി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്ര ആയിട്ടേ ഉള്ളൂ. ഇനി ഈ ഒരു മന്തും കൂടെ പോകാനുള്ളത് 4 months നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആയിക്കോ ഈ 2 എടുക്കുമ്പോഴൊക്കെ എന്തൊക്കെ ഓഫർ നൈക്കയിലൊക്കെ ഉണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. മോയ്സ്ചറൈസറാണ് ഇത്. സെറാവിൻ്റെ മോയ്സ്ചറൈസറാണ് ഇത്. നൈക്കയിൽ ആമസോണിലൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഞാൻ ദുൽഹൻ അറിയില്ല, ഇവിടെ സലൂണാണ്. അപ്പോൾ അവിടുത്തെ ഹസ്നത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കൊണ്ടു തന്നതാണിത് ദുബായിൽ നിന്ന്. ഇവിടെ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്, പക്ഷേ റേറ്റും കുറവാണ്. പിന്നെ ഒറിജിനൽ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഓൺലൈനിൽ നിന്നൊന്നും ഞാൻ വാങ്ങാൻ പ്രിഫർ ചെയ്യൂല. ഒറിജിനലാണെന്ന് തോന്നുന്ന പ്ലേസിൽ നിന്ന് പോയി വാങ്ങിയാൽ മതി. ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. മേ ബി ഒറിജിനൽ അല്ലെങ്കിലോ. അപ്പോൾ അതാണിത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർത്തൊന്നുമല്ല. ഞാൻ
വേറൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് ബാലൻസ് വന്നത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ 2000 ആണ് ഞാൻ ഇവിടെ നാട്ടിൽ കൊടുത്തത്. എന്താ റേറ്റ് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ പല വേരിയൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെത് ഓയിലി സ്കിന്നാണ്, പറയാൻ മറന്നുപോയി. നല്ല ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഈ ഗ്ലോ ഇങ്ങനെ കാണുന്നത്. എല്ലാവരും ചോദിക്കും ഗ്ലോ ഒക്കെ എന്താ യൂസ് ചെയ്യുന്നത്, മേക്കപ്പ് ഇട്ടതിന് 10 കഴിഞ്ഞാൽ അതിങ്ങനെ എന്താണെന്നറിയില്ല, എനിക്ക് വേഗം പോവുകയും ചെയ്യും. എനിക്കിങ്ങനെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഒരു ഗ്ലോ പല ടൈമിൽ വരുന്നത്. അപ്പോൾ ഈ ഫേസ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യൽ. 2 months ഒക്കെ ആയി ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതും ഇഷ്ടമാണ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ മുന്നേ ഞാൻ റൈസിൻ്റെ ഇനി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതും അടിപൊളിയാണ്. പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് ഡ്രൈ സ്കിന്നിനുള്ളത്, നോർമൽ സ്കിന്നിനുള്ളത്, ഓയിലി സ്കിന്നിനുള്ളത്. പക്ഷേ ഇതിൽ ഡ്രൈ സ്കിന്നിന് എഴുതിയിട്ടുണ്ട്, ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് മീൻസ് ഇവരെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഓയിലി സ്കിന്നിന് സജസ്റ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. പക്ഷേ ഇതിൽ എഴുതിയത് ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ എന്നാണ്. അതെന്താണെന്ന് അറിയില്ല. നമ്മളുടെ സൺസ്ക്രീനാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സൺസ്ക്രീൻ. ഇതാണ് ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇതിന് റേറ്റ് അധികമല്ല, ഭയങ്കര 50 grams ആണ് ഇതിൽ വരുന്നത്. 50 grams അല്ല. ഇതിൽ SPF PA++++, പ്രിവെൻറ്റ്സ് ടാൻ ആൻഡ് ബൂസ്റ്റ് ഗ്ലോ, വൈറ്റമിൻ C+ നിയാസിനമൈഡ്. ഇത് അടിപൊളി സൺസ്ക്രീനാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 349. ഇതിൽ ഇത് വേർത്താണ്. പക്ഷേ 50 grams എന്തോ ഉള്ളൂ, പെട്ടെന്ന് തീരും. സൺസ്ക്രീൻസ് അല്ലെങ്കിലും ഏതെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തീരും. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യൽ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം എനിക്ക് ഇതിഷ്ടമാണെന്നുള്ളത്. കണ്ടോ, 3 എണ്ണം ഉണ്ട്. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗ്ലോ കിട്ടും. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഏതായാലും സൺസ്ക്രീൻ വെയിൽ ഉണ്ടാവും. ഇട്ട് കാണിച്ചു തരാം. നോ വൈറ്റ് കാസ്റ്റാണ്, പക്ഷേ ഇടുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇങ്ങനൊന്നല്ല. മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ഓയിലിയാണ്. ഇത് തീരെ നമുക്ക് ആ ഓയിലി സ്കിൻ അല്ലാണ്ട് തന്നെ ഇത് ഗ്ലോ തരും. പിന്നെ ഈ ഒട്ടൽ, വൈറ്റ് കാസ്റ്റ്, സൺസ്ക്രീൻ ഇട്ട പോലെ തോന്നില്ല. അത്രക്കും ലൈറ്റ് വെയിറ്റാണ് സൺസ്ക്രീന്. സോ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടില്ലേ, ഈ ഒരു പ്രൈസിൽ ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സോ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻസാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സൺസ്ക്രീൻ കൊണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? സൺസ്ക്രീൻ ആണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്, മെയിനായിട്ട്. സോ ഇത് ഞാൻ ഓഫറിൽ കിട്ടിയപ്പം ഇങ്ങനെ വാങ്ങി. ഇതും ഞാൻ എന്തോ ഓഫറിൽ വാങ്ങിയതാണ്. ഇതൊക്കെ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 4 മാസമായി ഉണ്ടാവും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ മഴക്കാലമായപ്പം ഒരു 2 months സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. സൺസ്ക്രീന് മഴക്കാലത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ലൈക്ക് അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ 3 സൺസ്ക്രീൻസ് ആയത്. ഇത് ഞാൻ ഒരു മാർച്ച് ഏപ്രിൽ ആ ടൈം വാങ്ങി വെച്ച സൺസ്ക്രീനാണിത്. കാരണം മഴക്കാലമായപ്പോൾ ഞാൻ പിന്നെ യൂസ് ചെയ്തില്ല. കാരണം മഴക്കാലമാകുമ്പോൾ സൺലൈറ്റ് ഇല്ലല്ലോ. പക്ഷേ സൺലൈറ്റ് ഉണ്ട്, മഴക്കാലത്ത് യൂസ് ചെയ്യണം. ഞാനൊരു Q&Aയിലും അതേപോലെ ഐ എം നോട്ട് യൂസിങ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ കക്കാടംപൊയിൽ പോയ ടൈമിൽ ഐഷ ഷഫ്രീനും ഹരിയൊക്കെ പറഞ്ഞ് എനിക്ക് സയൻസൊന്നും കൂടുതൽ അറിയാത്തതുകൊണ്ട് ഒരു പറഞ്ഞത് എനിക്ക് പറഞ്ഞു തരാറില്ല. സോ സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം. ലൈറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ എന്തായാലും വെളിച്ചം ഉണ്ടല്ലോ, സണ്ണുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ടാൻ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ എൻ്റെ കൈയും ഫേസും നോക്കിയാൽ നിങ്ങൾക്ക് കളറ് മനസ്സിലാവും. കൈ ഫുൾ ടാനാണ്. ഈ ഒരു വാച്ച് അയച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കൈയും
എവിടെ പോയി? കൈയും ഫേസും വേറെ വേറെ കളറാണ്. ഇവിടെയൊക്കെ ഫുൾ ടാനാണ്. കാലൊക്കെ ഓക്കെ, കാലൊക്കെ ഫുൾ ടാൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം ഞാൻ ഒന്നാമത് ബൈക്ക് ഓടിക്കണോണ്ട് വേഗം ടാൻ ആവുന്നുണ്ട് സ്കിന്ന്. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നല്ല കളർ ഉണ്ടാവും, കോഴിക്കോട് എത്തുമ്പം ഒരു വിധമായിട്ടുണ്ടാവും. മഴ ആണെങ്കിൽ മഴ കൊണ്ടിട്ടൊരു വിധമാവും, വെയിലാണെങ്കിൽ വെയിൽ കൊണ്ടിട്ടൊരു വിധമാവും. സോ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീന് ഇതും ഞാൻ അറിയാലോ, ഇത്രയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീനും എനിക്ക് അടിപൊളിയാണ്. ഇത് നല്ല കൂളിംഗ് എഫക്റ്റ് തരുന്ന സൺസ്ക്രീനാണ്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെ സ്കിൻ ടൈപ്പ്, പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലി സ്കിന്നിന് പ്രൊഡക്റ്റ് വേറൊരാൾക്ക് ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വരില്ല. പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഹാർഡാണ്, മീൻസ് സെൻസിറ്റീവ് അല്ല. അപ്പോൾ എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും എൻ്റെ സ്കിന്നിലേക്ക് അത് എടുക്കാൻ ഒരു 3 to 4 months എന്തായാലും, ചെറിയ റിസൾട്ടേലും വന്ന് കാണണമെങ്കിൽ 3 to 4 months വയ്ക്കും. അതേപോലെ ഒരു പാടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോവാനും നല്ല ടൈം എടുക്കും, കാരണം ഹാർഡാണ്. അപ്പോൾ ഓയിലി സ്കിന്നിൽ തന്നെ ലൈക്ക് വേഗം എഫക്റ്റ് വരുന്നവരുണ്ടാവും. ഒരു വന്നാൽ അപ്പം തന്നെ പോയി 1 മാസം കൊണ്ട് പാട് പോകുന്ന അങ്ങനത്തെ സ്കിൻ ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാതെ എല്ലാവരുടെ സ്കിന്നിനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന സാധനം, എനിക്ക് അടിപൊളിയാണെന്ന് തോന്നുന്ന സാധനം ഓയിൽ സ്കിൻ ടൈപ്പ് ഓക്കെയാണ്. അതല്ലാത്ത പ്രോഡക്റ്റ് കേട്ടോ, ഓയിൽ സ്കിന്നുള്ള പ്രോഡക്റ്റ് തന്നെ ആണെങ്കിലും എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക. പക്ഷേ ഈ ഫേസ് വാഷ് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചെന്ന ഈ ഒരു സൺസ്ക്രീനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നൈസ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ഇത് യൂസ് ചെയ്തോ പറഞ്ഞിട്ട് ഞാൻ ആരും പുഷ് ചെയ്യൂല, കാരണം എല്ലാവരും സ്കിൻ ടൈപ്പും വേറെ വേറെ ടൈപ്പാണല്ലോ. പിന്നെ ഈ ഒരു സൺസ്ക്രീനും ഇതും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യൽ ഫോക്സ്ടെയിലിൻ്റെ സൺസ്ക്രീനാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അറിയാലോ, ഡോക്ടർ ഷീറ്റിൻ്റെ സൺസ്ക്രീനാണ് ഇത്. സോ അങ്ങനെ ഇതും ഞാൻ വേനൽക്കാലത്ത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഈ എടുക്കാണ്ട് സൺസ്ക്രീൻ 2 months ഇപ്പം ഞാൻ യൂസ് ചെയ്യലുണ്ട്. 2 months യൂസ് ചെയ്യാഞ്ഞിട്ട് ഇത് കഴിയാത്തതാണ്. സോ ഈ കൊല്ലത്തേക്കുള്ള സൺസ്ക്രീൻ ആയിട്ട് ഇനി എവിടുന്നും സൺസ്ക്രീൻ വാങ്ങണം എന്ന് എനിക്ക് തോന്നണില്ല. ഈ സ്നെയിൽ മ്യൂസിന് എൻ്റെ കൈമലുണ്ട്. ഇത് ഞാൻ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിനോട് എനിക്ക് ഗുണം തോന്നിയിട്ടില്ല, ദോഷം തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ. സോ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയും കൂടി യൂസ് ചെയ്യണം എന്ന് എനിക്ക്. ഉള്ളിൽ വെക്കുമ്പോൾ പിങ്ക്, മേലെ വെക്കുമ്പോൾ ഓക്കെ, സോറി. അപ്പോൾ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കൂടി യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത് വാങ്ങിയിട്ട് ഏകദേശം 4 months ആയി. എനിക്ക് സ്കിൻ കെയർ ഡെയിലി ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാൻ ഉറങ്ങണതിൻ്റെ മുന്നേ ഫേസ് വാഷ് ചെയ്യാണ്ട് ഞാൻ എങ്ങനെയായാലും ഉറങ്ങൂല, എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം അത് വെച്ച് ഉറങ്ങിയാൽ ശരിയാവില്ല. രാവിലെ ഫേസ് വാഷ് ചെയ്യുക, രാവിലെ ഇനി വാഷ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. രാത്രി ഫേസ് വാഷ് ചെയ്യാണ്ട്, മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ, ഫേസ് വാഷ് ചെയ്യാണ്ട് കിടക്കാനേ പാടില്ല. അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. പില്ലോ കവർ മാറ്റുക. പിന്നെ മെയിനായിട്ട് പിമ്പിൾസ് വരുമ്പോൾ ഫുഡിൻ്റെ കാര്യം, ഡയറ്റിൻ്റെ കാര്യം, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ സ്കിന്നും കൂടി നല്ലോണമായിട്ടുള്ളത്. ഞാനതൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല, പറയുമ്പോൾ പറയാലോ. ടോണറായിട്ട് എൻ്റെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. ഇതും ഞാൻ വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. പക്ഷേ എനിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല, വേർത്താണ്. ലൈക്ക് വേർത്തല്ല, നല്ലതാണെന്ന് തോന്നി. ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് 3% ടോണറാണ്. ഇത് ടൈറ്റൻസ് പോർസ്, ബ്രൈറ്റൻസ് സ്കിന്നാണ്. 100% വീഗൻ ആണ്. ഇത് നല്ല ടോണറാണ്. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അതുകൊണ്ടാണ് 3 ലൈക്ക് ഇത് യൂസ് ചെയ്യാൻ തോന്നും ഇത് യൂസ് ചെയ്യും, ഇത് യൂസ് ചെയ്യാൻ തോന്നും ഇത് യൂസ് ചെയ്യും, ഇത് യൂസ് ചെയ്യാൻ തോന്നും ഇത് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ കിടക്കുന്നത്. സോ ഇത് 3ഉം നല്ല ടോണറാണ്. ഇതും അടിപൊളിയാണ്. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ക്യൂട്ട് ബോട്ടിൽ. ഡോട്ട് ആൻഡ് കീൻ്റെ വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ
പോർ ടൈറ്റനിങ് ടോണറാണ്. എനിക്ക് പോർസ് ഉണ്ട്. ഇവിടെ പോയി ഇത് ചിക്കൻ ബോക്സ് ആണ്. അല്ലാണ്ട് ഇവിടെ അത്യാവശ്യം ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഉണ്ടാവും. ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്യലുണ്ട്. അപ്പം നിയാസിനമൈഡ് കണ്ടന്റ് ഉള്ളത് നോക്കിയിട്ടാണ് ഞാൻ അധികം വാങ്ങുക. പിന്നെ ഓയിലി സ്കിന്ന് അങ്ങനെ നോക്കി. ഇതിലും നിയാസിനമൈഡ് ഉണ്ട്, ഇതിലും നിയാസിനമൈഡ് ഉണ്ട്. പോർസ് ഉള്ളവർക്കും സ്കിൻ ടോൺ ബെറ്റർ ആക്കണം എന്നുള്ളവർക്കും നിയാസിനമൈഡ് സ്കിന്നിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് പറയണം എന്ന് ഉണ്ടായിരുന്നു. ഞാൻ റേറ്റ് പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ റേറ്റ് പറയാത്ത വളരെ കുറച്ച് പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ. ഞാൻ എടുത്തിട്ട് റേറ്റ് പറഞ്ഞുതരാം. ഈ ഒരു സൺസ്ക്രീന് 80 grams ആണ് വരുന്നത്. ഇത് 50 grams. ഡോട്ട് ആൻഡ് ഗിൻ്റെ 50 gram സൺസ്ക്രീനിന് 445. അതേപോലെ 80 grams സൺസ്ക്രീനിന് 595 റേറ്റ് വരുന്നത്. അതേ ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീനിന് 50 gram വരുന്ന റേറ്റ് 499 രൂപയാണ്. ടോണറിൻ്റെ റേറ്റ് 420 ആണ്. ഇതിൽ വരുന്നത് 150 ml ആണ്. ഡോട്ട് ആൻഡ് കീൻ്റെ ടോണർ 395 ആണ്. ഇത് എത്ര ml? 150 ml തന്നെയാണ് ഇതും വരുന്നത്. ന്യൂസിൻ്റെ റേറ്റ് 1495. ഞാൻ ടിറ എന്ന് പറഞ്ഞിട്ടുള്ള മാക്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഇത് വാങ്ങിയത്. സോ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് കുറേ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ ആണോ എന്ന് നോക്കിയിട്ട് നല്ല നല്ല സൈറ്റിൽ നിന്ന് വാങ്ങാൻ, നൈക്ക് ആമസോണിൽ നിന്നൊന്നും വാങ്ങാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. ടിറ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്, ഒന്നെങ്കിൽ അതിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ മാക്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്. അതായത് ഇന്ത്യൻ്റെ അല്ലാത്ത സ്കിൻ കെയർ ഒക്കെ അവിടുന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നോക്കിയിട്ട് വാങ്ങാം. ഇതിൻ്റെ റേറ്റ് ഇത് പ്ലമ്മിൻ്റെ തന്നെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. ഇത് 100 ml ആണ്. റേറ്റ് 199 ആണ്. അഫോർഡബിൾ ആണ്. അപ്പോൾ ടോണർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓൾ സ്കിൻ ടൈപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതിൽ ഓയിലി ആക്നി പ്രോൺ സ്കിന്നിനുള്ളതാണിത്. ഓൾ സ്കിൻ ടൈപ്പ് അല്ല. പിന്നെ ഇത് ഡീപ്പ് ക്ലെൻസിങ് ഓയിലാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് അറൗണ്ട് പൊടി പോയിട്ടാണ് ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ ഇതന്നെയാണ് ഇതിൻ്റെ നെയിം. ഫേഷ്യൽ ക്ലെൻസർ DHCൻ്റെ ഡീപ്പ് ക്ലെൻസിങ് ഓയിലാണ്. ഇത് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ നൈറ്റ് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ടാണ് ഞാൻ കിടക്കല്. ഞാൻ പുറത്ത് പോകുന്ന ടൈമിൽ മേക്കപ്പ് എന്തായാലും യൂസ് ചെയ്യില്ല. മേക്കപ്പ് മീൻസ് കൺസീലർ എന്താണെങ്കിലും ലിപ്സ്റ്റിക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യും. ഞാൻ സിൻഡെല്ലൻ്റെ അതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതിന് പക്ഷേ 2000 എന്തുകൊണ്ട് റേറ്റ്. ഇതിനും അറൗണ്ട് അത്ര തന്നെ ഉണ്ട്. ഇതിന് 1500 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് കിട്ടിയത് റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. 120 ml. മേക്കപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യും എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും. ഈവൻ എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇത് ഓയിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് തേക്കുമ്പോഴൊക്കെ ഇത് ഓയിലായിട്ട് തന്നെയാണ് നിൽക്കുക. ഒരു ഓയിൽ മുഖത്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ നിൽക്കുക. പക്ഷേ വാഷ് ചെയ്യുമ്പോൾ ഇത് കൈൻഡ് ഓഫ് ഫേസ് വാഷ് പോലെ റിമൂവ് ആയിട്ട് ഫേസിൽ ഇങ്ങനെ ഓയിൽ യൂസ് ചെയ്ത് വാഷ് ചെയ്ത ഓയിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ല, കൈൻഡ് ഓഫ് ഫേസ് വാഷ് പോലെ തന്നെ നിൽക്കും. അപ്പോൾ ഡ്രൈ സ്കിന്നാർക്ക് ഇത് ഫേസ് വാഷ് ആയിട്ട് മേക്കപ്പ് റിമൂവറായിട്ടും യൂസ് ചെയ്യാം. ഇന്നത് ഓയിലി സ്കിന്നാണ്, ഞാൻ മേക്കപ്പ് റിമൂവറായിട്ടാണ് യൂസ് ചെയ്യൽ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഡബിൾ ക്ലെൻസ് പോലെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഞാനിത് യൂസ് ചെയ്യും. ഇത് എനിക്ക് അടിപൊളിയാണ്. 1 month ആയിട്ടുള്ള വാങ്ങിയിട്ട് അറൗണ്ട് ഇത്രയുമായി. ഡെയിലി യൂസ് ചെയ്യില്ല. മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഡേയ്സിൽ മാത്രമാണ് യൂസ് ചെയ്യൽ. അതുകൊണ്ട് ഇത്ര ആയിട്ടേ ഉള്ളൂ. റേറ്റ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ലിപ് ബാം ഞാൻ ഹെനാലി എന്നാണ് തോന്നുന്നത്. ഇത് ഓൺലൈനിൽ മൈ ഷോപ്പി എന്ന് പറഞ്ഞ ഏതൊരു പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. പക്ഷേ അടിപൊളി ലിപ് ബാമാണ്. പിഗ്മെൻറ്റേഷൻ നല്ലോണം ഇത് കുറയ്ക്കും. എടുത്തിട്ടും തീരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ഒരു കൊല്ലം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. കാരണം ഇത് എത്ര എടുത്തിട്ടും തീരുന്നില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യലുണ്ട്. മറന്നു പോകുന്ന ദിവസങ്ങളിലല്ലാത്ത എല്ലാ ദിവസവും ഞാനിത് യൂസ് ചെയ്യലുണ്ട്. ചെറിയൊരു ടിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തന്നെ സ്ക്രബാണ്. സ്ക്രബ് ഞാൻ യൂസ് ചെയ്യൽ കുറവാണ്. ഇതാണ് ഞാൻ അധികം യൂസ് ചെയ്യൽ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി.
പറഞ്ഞുതരാം. HENALY. പക്ഷെ ഇതല്ല ഒരു പേജിൻ്റെ പേര്. വേണമെന്നുള്ളൊരു ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പേജ് പറഞ്ഞുതരാം. ഇതാണ് ലിപ് ബാമും സ്ക്രബും. പിന്നെ ഇത് ഫോക്സ്ടെയിലിൻ്റെ ഫേസ് മാസ്കാണ്. ഇത് ഞാൻ ഒറ്റ വട്ടം യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ കാര്യമായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് നിങ്ങളടുത്തേക്ക് പറഞ്ഞു തരാൻ അറിയില്ല. സ്കിൻ റേഡിയൻസ് മാസ്കാണ്. ക്ലീൻ പോർസ്, റെഡ്യൂസ് ബ്ലാക്ക് ഹെഡ്സ്, ഇംപ്രൂവ് സ്കിൻ ക്ലാരിറ്റി ആൻഡ് ടോൺ. ബ്രസീലിയൻ പർപ്പിൾ ക്ലേ പ്ലസ് കൂളിംഗ് ക്ലേ പ്ലസ് ലാക്റ്റിക് ആസിഡ് ആണ് ഇതിൽ വരുന്നത്. 75 grams. റേറ്റ് 545 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലിപ് ബാമിൻ്റെ റേറ്റ് എനിക്കറിയില്ല. 545 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളോട് ഇതിനിങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞുതരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റിസൾട്ട് പറയുന്നില്ല. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിയിലേക്ക് വരാം. ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സാധനം. ഇത് ഡോക്ടർ ഷീറ്റിൻ്റെ തന്നെ ഫോർ ഇന്ത്യൻ സ്കിൻ റെക്കമെൻഡ്സ് ടീ ട്രീ ആൻഡ് ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ്. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 10% ലാക്റ്റിക് ആസിഡ്, 1% സാലിസിലിക് ആസിഡ്, ടീ ട്രീ ഓയിൽ, ലിക്യൂറേസ് എക്സ്ട്രാക്ട്. Exfoliating body lotion to treat body acne, uneven skin tone and keratosis pilaris for oily skin. അതെന്താ സാധനം എനിക്കറിയില്ല. ഇതിൽ 200 ഗ്രാമാണ് വരുന്നത്. pH ബാലൻസ്ഡ് ആണ്. 299 ആണ്. 299 വേർത്താണ്. അതേ സ്കിന്നിൽ എനിക്ക് ഇവിടെ ഒക്കെ എനിക്ക് ചെറിയ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട്. ഡെയിലി ബേസിൽ ഞാൻ യൂസ് ചെയ്യില്ല. എനിക്ക് പിമ്പിൾസ് ഉണ്ട് അല്ലെ യൂസ് ചെയ്യണമെന്ന് തോന്നുന്ന ടൈമിലാണ് യൂസ് ചെയ്യല്. എന്നാലും ഞാൻ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നോക്കലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നൊരു പേഴ്സൺ അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യും, മറന്നു പോകും. ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് നല്ല മറവിയാണ്. അതുകൊണ്ട് ഞാൻ മറന്നു പോകും. ഉറക്കം വരുന്നു. ഏകദേശം ഇത് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. കാണുമ്പോൾ ഇതിങ്ങനെ തോന്നും, നിറച്ചുള്ള മാതിരി തോന്നും. ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ പറ്റില്ല. പക്ഷെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ, അതായത് ടാനൊക്കെ കുറയ്ക്കാൻ, ഇത് ടാൻഡ് സ്കിന്നാകുമ്പോൾ അത് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര ടാനായി. എനിക്ക് ഒരു ഭാഗമൊക്കെ ഫേസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവോ എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര ടാനാണ്. ഈ ഫോണിലേക്ക് ഇത് അങ്ങനെ കാണുന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ടാനാണ്. സോ അതേപോലെ ഇപ്പോൾ എനിക്ക് സ്കിന്നിൽ ഫേസിലില്ല, സ്കിന്നിൽ ആക്നെ വരാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വാങ്ങിയ വേറെ 2 പ്രൊഡക്റ്റാണിത്. ബോഡി വൈസിൻ്റെ 1% സാലിസിലിക് ആസിഡ് ബോഡി വാഷാണ്. ബോഡി ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൽ 250 ml ആണ് വരുന്നത്. റേറ്റ് 1349 അല്ല 349. അതിൻ്റെ ബോഡി സ്ക്രബും ബോഡി സ്ക്രബല്ല, ഇത് 10% AHA ബോഡി സ്ക്രബാണ്. ഇതും യൂസ് ചെയ്യലുണ്ട്. സോ ഇത് രണ്ടുമാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് യൂസേജ് എങ്ങനെയാണ്, ബോഡി ആക്നെ മാറുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതും റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. സ്കിൻ കെയർ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ഇത്ര വീഡിയോ ചെയ്തിട്ടും ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒരു കാര്യമുണ്ട്, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാര്യം പറയില്ലെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ലൈക്ക് ജ്വല്ലറി ഹാൾസ് അല്ല ഹോളാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ ഇൻഷാ അല്ലാ ഞാൻ ആ ടൈം ആവുമ്പോൾ പറയും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.